കണ്ണൂരിൽ കേരള സ്റ്റോറി പ്രദർശനത്തെത്തിയിരിക്കുന്നു. ലിബർട്ടി തിയേറ്ററാണ് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നത്. പക്ഷേ തിയേറ്ററിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തുകയാണ്. അർജുൻ കല്യാണ വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ കൊച്ചിയിൽ പല തിയേറ്ററുകളിലും സിനിമ ഷെഡ്യൂൾ ചെയ്തെങ്കിലും തിയേറ്ററിൽ കാണാൻ ആളില്ല എന്നുള്ള വാർത്തയാണ്. കണ്ണൂരിൽ ഇപ്പോൾ സിനിമ പ്രദർശനത്തെത്തുമ്പോൾ അവിടെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമാണോ കാണാനാകുന്നത്? എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജിന്റെ നേതൃത്വത്തിലുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഇപ്പോൾ കണ്ണൂരിലുള്ള ലിബർട്ടി തിയേറ്ററിനകത്ത് ഈ പ്രതിഷേധവുമായി എത്തിയത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ചായി ഈ തിയേറ്ററിനകത്തേക്ക് എത്തുകയായിരുന്നു. പോലീസിന്റെ സാന്നിധ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ ഈ തിയേറ്ററിനകത്തേക്ക് വളരെ സുഗമമായി തന്നെ കടന്നു പോകുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും വലിയ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ തിയേറ്ററിനകത്ത് സ്ഥാപിച്ചിരുന്ന കേരള സ്റ്റോറിയുടെ ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കീറി എറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധം ഇപ്പോൾ തിയേറ്ററിനകത്ത് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംഘടിച്ചതാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ കാണുന്ന ദൃശ്യം കൊച്ചിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കൊച്ചിയിലും പ്രതിഷേധമുണ്ട്. കൊച്ചിയിലും പ്രതിഷേധമുണ്ട്. ഷാബാസ് അഹമ്മദ് വിവരങ്ങളുമായി. ഷാബാസ്, ഇപ്പോൾ എന്താണിപ്പോൾ ആ തിയേറ്ററിലെ ഒരു തർക്കം? അവിടെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമാണോ? എന്താണ് പോലീസുമായുള്ള സംസാരം? വലിയ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എറണാകുളം ജില്ലയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ സിനിമയുടെ പ്രദർശനത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത്. പ്രവർത്തകർ ഒന്നായി ഈ തിയേറ്ററിനകത്തേക്ക് കയറിയാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ നേരത്തെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെത്തി ഈ പ്ലക്കാർഡുകളും ഫ്ലക്സുകളുമായി കൊണ്ട് ഈ തിയേറ്ററിനകത്തേക്ക് കയറുകയായിരുന്നു. പക്ഷേ വലിയ പോലീസ് സന്നാഹം നേരത്തെ തന്നെ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ വിന്യസിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പ്രവർത്തകരും പോലീസും തമ്മിലൊരു വാക്കേറ്റം ഉണ്ടാവുന്നതാണ് കാണുന്നത്. ഈ പ്രവർത്തകരെ പുറത്താക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. പക്ഷേ പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറാകുന്നില്ലായിരുന്നു. പക്ഷേ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു ഡിവൈഎഫ്ഐ നേരത്തെയും അറിയിച്ചിരുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ തിയേറ്ററിനകത്തേക്ക് കേരള സ്റ്റോറി 2 പ്രദർശിപ്പിക്കുന്ന ഷേണായി തിയേറ്ററിനകത്തേക്ക് കയറിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഡിവൈഎഫ്ഐ ഇവിടെ നേതൃത്വം കൊടുക്കുന്നത്. ഈ സിനിമയ്ക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഡിവൈഎഫ്ഐ ഇതിനകത്തേക്ക് കയറിയിരിക്കുന്നത്. പ്രവർത്തകർ ഈ തിയേറ്ററിന് പുറത്തു നിന്നിരുന്നെങ്കിലും പെട്ടെന്ന് ഈ തിയേറ്ററിനകത്തേക്ക് ഓടിക്കയറുകയായിരുന്നു. നേരത്തെ സിനിമ തുടങ്ങുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഈ സിനിമ തുടങ്ങുന്നതിന് ഏകദേശം അരമണിക്കൂർ മുമ്പ് തന്നെ 12 മണിക്കാണ് ഇവിടെ ഷോ നിശ്ചയിച്ചിരുന്നത്. ഷെഡ്യൂൾ ചെയ്തിരുന്ന ഷോയ്ക്ക് അരമണിക്കൂർ മുമ്പ് തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ തിയേറ്ററിനകത്തേക്ക് ഓടിക്കയറുകയായിരുന്നു. വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് കണക്കിലെടുത്തുകൊണ്ട് തന്നെ വൻ പോലീസ് സന്നാഹം രാവിലെ തൊട്ട് തന്നെ ഈ തിയേറ്ററുകളുടെ സമീപത്തുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഷേണായി തിയേറ്ററിലും പോലീസുകാരുണ്ടായിരുന്നു. ഈ പ്രവർത്തകർ ഉള്ളിലേക്ക് ഓടിക്കയറിയത് ഉടൻ തന്നെ ഈ പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. ഇപ്പോൾ വലിയ വാക്കേറ്റമാണ് ഉണ്ടായത്. പ്രവർത്തകരോട് പുറത്തിറങ്ങി പോകാൻ പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അതിന് കൂട്ടാക്കിയില്ല. സിനിമയ്ക്കെതിരെ വലിയ പ്രതിഷേധം തിയേറ്ററിനകത്ത് തന്നെ സംഘടിപ്പിക്കും എന്നൊരു നിലപാടിൽ തന്നെയായിരുന്നു പ്രവർത്തകരുണ്ടായിരുന്നത്. അങ്ങനെ ഈ പ്രവർത്തകരെ പുറത്തിറക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഈ തിയേറ്റർ ഉടമകളുമായി മറ്റും തിയേറ്റർ മാനേജ്മെന്റുമായി മറ്റും സംസാരിക്കുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ. എന്തായാലും വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവർ അറിയിക്കുന്നത്. അതിന്റെ ഭാഗമായി തിയേറ്ററിന് അകത്തേക്ക് കയറിക്കൊണ്ട് തന്നെ ഒരു പ്രതിഷേധത്തിന് ഈ പ്രവർത്തകർ ഒന്നാകെ കയറുകയാണ്. വലിയ സിനിമയ്ക്കെതിരെ വലിയ രോഷം ജനങ്ങൾക്ക് ഇടയിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ പോലുള്ള യുവജന സംഘടനകൾ കൂടി വലിയ പ്രതിഷേധവുമായി സിനിമയ്ക്കെതിരെ പരസ്യമായി രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അതിന്റെ ഭാഗമായി ഇപ്പോൾ തിയേറ്ററിനകത്തേക്ക് കയറിക്കൊണ്ട് തന്നെ കൊച്ചിയിലെ ഷേണായി തിയേറ്ററിനകത്തേക്ക് കയറിക്കൊണ്ട് തന്നെ ഈ കേരള സ്റ്റോറി 2 എന്ന ഈ വിദ്വേഷ സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ സംഘടിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായി പ്രതിഷേധമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കണ്ണൂരിൽ നിന്നും ഒന്ന് എറണാകുളത്തു നിന്നും